ഇരട്ടിപ്പങ്ക് ശക്തിയാൽ ഏലീശായെ ഏലിയാവിനേക്കാൾ ഇരട്ടിപ്പങ്ക് ശക്തിയാൽ ദൈവമായ കർത്താവ് ഉപയോഗിക്കുന്നതായ കാലത്ത് ശമരിയ എന്ന പട്ടണത്തിൽ അവൻ ഒരു വാക്ക് പറഞ്ഞ് ഒറ്റ വാക്കുകൊണ്ട് ആ പട്ടണത്തെ അവൻ മാറ്റി. ഈ വർഷം നിൻ്റെ അധരത്തിൽ ചില ദൂതുകൾ ദൈവം നൽകുക. അത് നിന്നെ മാറ്റുന്നവയും ചില വ്യക്തികളെ മാറ്റുന്നതല്ല, അത് പട്ടണത്തെ തന്നെ അപ്പാടെ മാറ്റുന്ന ചില ദൂതുകൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ ദൈവം നൽകിയിരിക്കുക. ഇതൊരു ചുമ്മാ പറഞ്ഞു നടക്കുന്ന ഒരു വർഷമല്ല, ഇത് പ്രവചിച്ച് നടക്കുന്ന ഒരു വർഷമാകട്ടെ. അസ്ഥി താഴ്വരകൾ നോക്കി നീ പ്രവചിക്കണം, പട്ടണങ്ങൾ നോക്കി നീ പ്രവചിക്കണം. അവസ്ഥകൾ മാറുകയാണ്. ഒരു പിശാചിനെ തടുക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യനെ മോഷ്ടിപ്പാൻ കഴിയാത്ത രീതിയിൽ പട്ടണങ്ങളുടെ മുഖച്ഛായ ദൈവത്തിന്റെ കൃപയാൽ മാറുവാൻ പോകുന്നു. എലീശ പ്രവചിച്ചു, ക്ഷാമമാണ്, ക്ഷാമം ഇതാ മാറിയിട്ട് ക്ഷേമം കടന്നു വരുന്നു. ഈ വർഷത്തിൻ്റെ ഓരോ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എനിക്കതില്ല, എനിക്കിതില്ല, ശമ്പളം കുറവാണ്, വാടക കൊടുക്കാൻ വയ്യ, വീട് ചെറുതാണ്, ചുറ്റും നോക്കിയിട്ട് എനിക്കതില്ല, ഇതില്ല, മറ്റേതില്ല എന്നല്ല നീ പറയാൻ വേണ്ടി പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഒരു കൂട്ടം നല്ല വർത്തമാനങ്ങൾ നിന്റെ ചെവിയിൽ വീഴുന്നത് കൊണ്ട് നിന്റെ അതിരുകൾ വിശാലമാകും. നിനക്കായി വാതിലുകൾ തുറക്കും. എലീശ പറഞ്ഞു, ക്ഷേമമാകാൻ പോകുന്നു. ഇല്ല എന്ന് ഇതുവരെയും പറഞ്ഞത് വിരൽ ചൂണ്ടി നീ പറയാൻ വേണ്ടി പോകുന്നു. ലുക്ക് വാട്ട് ദ ഗോഡ് ഹാസ് ഡൺ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് വന്ന് കാണുമിൻ. ഇതുവരെ ഇല്ല എന്ന് പറഞ്ഞ വ്യക്തികളുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് വന്ന് കാണുമിൻ എന്ന് വിളിച്ചു കാണിക്കുവാൻ നിന്റെ ക്ഷാമം ക്ഷേമമാകാൻ പോകുന്നു.